മുപ്പത്തിയെട്ടാമത് ജില്ലാതല സ്പെഷ്യൽ സ്പോർട്സ് മത്സരങ്ങൾ നടന്നു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അപരിമിതമാണ് തങ്ങളുടെ കഴിവുകൾ എന്നത് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു മത്സരങ്ങൾ. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളായി നടന്ന മത്സരങ്ങളിൽ വാശിയേറിയ പോരാട്ടമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. ചാട്ടത്തിന് പങ്കെടുത്തിന്, ഓട്ടമുണ്ട്. ഞാൻ രണ്ടിനുണ്ട്. ഓട്ടത്തിനുണ്ട്, സ്റ്റാൻഡിംഗ് ലോങ് ജമ്പിനും ഉണ്ട്, പിന്നെ 50 മീറ്റർ ഓട്ടത്തിനുണ്ട്. സ്റ്റാൻഡിംഗ് ലോങ് ജമ്പിന് പങ്കെടുത്തു. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 50 മീറ്റർ ഓട്ടം. ആൺ പെൺ വിഭാഗങ്ങളിലായി 90 ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അതായത് നമുക്ക് ഡെഫ് ഉണ്ട്, ബ്ലൈൻഡ് ഉണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റും ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്റ്റും അങ്ങനെയാണ് കുട്ടികളുടെ വരുന്നത്. ഓരോ ലെവലിലും നമുക്ക് സബ് ജൂനിയേഴ്സ് 6 തൊട്ട് 11 വയസ്സ് വരെ, 12 തൊട്ട് 16 വയസ്സുള്ള ജൂനിയേഴ്സ്, അതിന് മുകളിലുള്ള 17 തൊട്ട് 22 വയസ്സുള്ള സീനിയേഴ്സാണ്. നമുക്ക് 96 ഈവൻസ് ആണ് ടോട്ടലായിട്ടുള്ളത്. ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമാക്കിയെടുക്കുക എന്നതാണ് സ്പെഷ്യൽ സ്പോർട്സ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ബി അജയ്യകുമാർ അറിയിച്ചു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരല്ല അവരെന്ന് ബോധ്യപ്പെടുത്താൻ, അവർക്കും അവരുടേതായ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടുള്ള ഐറ്റംസിൽ പങ്കെടുക്കാനും അതിൽ നിപുണതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും, അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്നുള്ള അവബോധം ഉണ്ടാകാനുമുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ലയൺസ് പ്രസ്ഥാനം ഈ പ്രോഗ്രാമിനെ കാണുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദ് കുമാർ നിർവഹിച്ചു. ജനം, തിരുവനന്തപുരം.